ഹായ് ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെ എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ രണ്ടാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ബീഫ് കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ തന്നെ ബീഫ് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിന്. അതിപ്പോൾ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ അടുപ്പത്തുനിന്ന് വാങ്ങി വെക്കുകയാണ്. ഇനി നമുക്ക് കടയ്ക്കുള്ള പൊക്കവട ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ അതിന് മാവൊക്കെ കുറച്ച് നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ ബീഫ് ആദ്യം അടുപ്പത്ത് വെച്ചാൽ എന്താ വെച്ചാൽ അതാണ് വെന്താൽ പിന്നെ നമുക്ക് വലിയൊരു ടെൻഷൻ ഉണ്ടാവില്ല. പിന്നെ ഇപ്പോൾ പത്തിരിയോ അല്ലെങ്കിൽ നൂൽപുട്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് കരുതിയതാട്ടോ. അപ്പോൾ കറിയായി. ഇനിയിപ്പോൾ അതിക്ക് തേങ്ങ അരച്ചൊഴിച്ച് കൊടുക്കണം. കുറച്ച് കിഴങ്ങൊക്കെ ഇട്ടാണ്ട് ഒന്നും കൂടെ വേവിച്ചിട്ട് കുറച്ച് തേങ്ങ അരച്ചൊഴിച്ച് കൊടുത്താൽ കറി റെഡിയായി. അപ്പോൾ ഇനി അത് അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചിട്ട് നമുക്ക് പൊക്കവട ഉണ്ടാക്കാനുള്ള ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് കടിക്കുള്ളതായതുകൊണ്ട് കുറച്ച് അധികം ഉണ്ട്. അപ്പം കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് ചുട്ട് നിൽക്കണം. മാവൊക്കെ ഞാൻ കുറച്ച് നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിന് കേട്ടോ. അതുകൊണ്ട് ഇനിയിപ്പോൾ ഇത് ചുട്ടെടുത്താൽ മതി. അപ്പോൾ ഇത് ആ ചട്ടിയൊക്കെ ചൂടായിട്ടുണ്ട്. ഇനി ഇത് ഇന്നലത്തെ മാവിൻ്റെ അത്രക്കില്ല കേട്ടോ. ഇന്നലെ നമ്മൾ കൊടുത്തയച്ചതൊക്കെ ചിലവായിട്ടുണ്ട്. പക്ഷേ ഇന്ന് അത്ര തന്നെ മാവില്ല, കുറച്ച് കുറവാണ്. അതേപോലെ ഇന്ന് കട്ട്ലേറ്റും ഇല്ല കേട്ടോ. ഇന്നലെ കട്ട്ലേറ്റും ഒക്കെപ്പാടെ ഉണ്ടാക്കിയപ്പോഴേ നോമ്പും അല്ലേ, ഞാനും തന്നെ വറ്റ കുഴങ്ങിയിട്ടുണ്ടായിന്. ഇങ്ങനെ കുറേ നേരം നിന്ന് എടുക്കണ്ടേ. അപ്പോൾ കാലൊക്കെ കടച്ചിലൊക്കെയായപ്പോൾ പിന്നെ ബാബു പറഞ്ഞ് കട്ട്ലേറ്റ് വേണ്ടാന്ന്. കട്ട്ലേറ്റിനാണ് കൂടുതൽ പണി വന്നത്. പൊക്കവട മതിയായിരുന്നു. പിന്നെ സമൂസ മറ്റേ വീട്ടിൽ ഉണ്ടാക്കും. അപ്പോൾ പിന്നെ അത് രണ്ടും മതി പറഞ്ഞു കേട്ടോ. പിന്നെ എന്നാണെങ്കിൽ എനിക്ക് കുടുംബശ്രീൻ്റെ തിരഞ്ഞെടുപ്പും ഉണ്ടായിനും. CDS ചെയർപേഴ്സണൊക്കെ തിരഞ്ഞെടുക്കാനുള്ള ഇലക്ഷനും കാര്യങ്ങളൊക്കെ ഇന്ന്. അപ്പോൾ അങ്ങോട്ടും വേണ്ടിനും പോവുക. അപ്പോൾ ഞാനിത് ചുടാൻ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തു. പിന്നെ മാവ് ഇങ്ങനെ കോരി ഒഴിക്കണതിൻ്റെ ഇടയിലാണ് ഉമ്മ പോകാൻ വിളിച്ചത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഉമ്മാനോട് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് അപ്പോൾ ഒരു ട്രിപ്പ് ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ രണ്ടാമത്തെ ട്രിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ പൊക്കവടയൊക്കെ ഇവിടെ ആയും കൊണ്ട് നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് ഇപ്പോൾ കറി അടുപ്പത്ത് വെച്ച് കഴിഞ്ഞ് വേവാനായി തുടങ്ങിയിട്ടുണ്ടല്ലോ. ഇനിയിപ്പോൾ ഇന്ന് പത്തിരി അല്ല കേട്ടോ, ഒന്ന് നൂൽപുട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് പൊരിക്കാൻ കിച്ചണിക്ക് വന്നപ്പോൾ തന്നെ സമയം 3 മണി ആയിട്ടുണ്ട്. ഒരു 4-4:15 ആകുമ്പോഴത്തേനും ഇത് കൊണ്ടുപോകും കേട്ടോ. അപ്പോഴത്തേനൊക്കെ പൊരിച്ചെടുക്കണം. പൊക്കവട പിന്നെ പൊരിക്കാൻ എളുപ്പമാവും. ഇങ്ങനെ എളുപ്പം മൊരിഞ്ഞ് വരും രണ്ട് വശം. എണ്ണ നല്ല ചൂടുവാണെന്നുള്ളൂ. അതേപോലെ സ്പൂണിൻ്റെ ഞാനാണെങ്കിൽ സ്പൂണിൻ്റെ ആ തുഞ്ചത്ത് കുറച്ച് എടുക്കുള്ളൂ കേട്ടോ മാവ്. എന്നിട്ട് അതിങ്ങനെ കുറച്ച് ഇട്ട് കൊടുത്താണ്ട് അങ്ങനെയാണ് പൊരിച്ചെടുക്കൽ. വലിയ സ്പൂണിൽ ഒരു സ്പൂൺ എടുത്താണ്ട് കുറച്ച് അങ്ങനെ ഇട്ട് കൊടുത്താലും മതി. പക്ഷേ നമ്മൾ പഠിച്ചതല്ലേ പാടുള്ളൂ അല്ലേ. ഞാൻ അങ്ങനെയാണ് കേട്ടോ ആദ്യം ചെയ്യൽ. അപ്പോൾ പിന്നെ അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കും. അങ്ങനെ അത് പൊരിച്ചെടുക്കണതിൻ്റെ ഇടയിൽ ഇനിയിപ്പോൾ നമുക്ക് പലഹാരം ഉണ്ടാക്കണമല്ലോ. അപ്പോൾ സമൂസൻ്റെ ഓല വെച്ചാണ്ട് ഒരു പലഹാരം കേട്ടോ ഞാൻ ഉണ്ടാക്കണത്. അപ്പോൾ സവാള ബാബു കട്ട് ചെയ്ത് തന്നീനി. അപ്പോൾ ഇനി അത് ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ വഴറ്റിയെടുക്കുന്നുണ്ട്. ഇവിടെ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താണ്ട് സവാള വഴറ്റാൻ വെക്കുന്നുണ്ട്. അപ്പോൾ പൊക്കവട ചുടൽ കഴിയുമ്പോഴത്തേന് നേരം കുറേ ആവും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അധികം ടൈം അങ്ങനെ വേസ്റ്റ് ആവില്ലല്ലോ. അപ്പോൾ സവാളയൊക്കെ ഇട്ട് കൊടുത്ത് ഉപ്പ് ഇട്ട് കൊടുത്ത് ഒന്നിങ്ങോട്ട് വഴറ്റിയിട്ട് ചെറിയ തീയിലിട്ടിട്ട് അടച്ചു വെക്കുക കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ അവിടെ പോയിട്ട് പൊക്കവട തിരിച്ചിടണം, ഇളക്കി കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒക്കെ കൂടെ വീഡിയോ എടുക്കാൻ കഴിയില്ലല്ലോ. ട്രൈപോഡ് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ കൊണ്ടു നടക്കണം. അപ്പോൾ സവാള വഴന്ന് വന്നാണ്. ഇനിയിപ്പോൾ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ സാധാ മസാലപ്പൊടികൾ തന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ ജീരകം പൊടിച്ചത്, അതേപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി, അത്രയും മസാലപ്പൊടികളാട്ടോ ചേർത്ത് കൊടുത്തത്. പിന്നെ ഇതിലേക്ക് ബീഫോ അല്ലെങ്കിൽ ചിക്കനൊക്കെ ക്രഷ് ചെയ്തത് ചേർക്കുകയാണെങ്കിൽ മസാലയ്ക്ക് നല്ല ടേസ്റ്റ് ആയിക്കാരം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന സ്നാക്സിനും നല്ല ടേസ്റ്റ് ആയിക്കാരം. അപ്പോൾ ഞാനിവിടെ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുത്ത് വഴറ്റി കൊടുത്തിട്ട് കുറച്ച് ബീഫ് ക്രഷ് ചെയ്തതുണ്ടായിനും ഫ്രിഡ്ജിൽ. അപ്പോൾ നമ്മൾ നോമ്പിൻ്റെ തലേ ദിവസം അതൊക്കെ കുറച്ച് റെഡിയാക്കി വെച്ചിനല്ലോ. അതുകൊണ്ട് നല്ല സുഖാട്ടോ. പെട്ടെന്ന് എടുത്തിട്ട് കൊടുത്താൽ മതി. ഫ്രിഡ്ജിലുണ്ടായതുകൊണ്ട് ഒക്കെ ഇങ്ങനെ കുറച്ചൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചതുകൊണ്ട് നല്ലൊരു സമാധാനമാണ്. ഇനിയിപ്പോൾ ചിക്കനും ബീഫൊന്നും ഇല്ലെങ്കിലും ഒരു കിഴങ്ങ് ചെറിയ പീസാക്കി കട്ട് ചെയ്താണ്ട് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ ഞാൻ ബീഫ് ഉണ്ടായതുകൊണ്ട് ബീഫ് ഇട്ട് കൊടുത്തു. അപ്പോൾ ഇത്രേ ഉള്ളൂ. മസാല റെഡി ആക്കണം കേട്ടോ. ഇനി ഒന്നിങ്ങോട്ട് വഴറ്റി കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ചാൽ മതി. ഇതിൻ്റെ ഇടയിൽ പുറത്തടുപ്പത്തേക്കും ഓടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മാവൊക്കെ തീർന്നു. ഇനി
കുറച്ച് കറിവേപ്പിൻ്റെ ഇല കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് അങ്ങനെ കാണുമ്പോഴും ഒരു ഭംഗിയാണ്. അതേപോലെ തന്നെ കറിവേപ്പിൻ്റെ ആ ഒരു സ്മെല്ലുണ്ടാവുമല്ലോ, അത് നല്ലോണം സ്നാക്സൊക്കെ കിട്ടും ചെയ്യും. കറിവേപ്പിൻ്റെ ഇലക്ക് ഇപ്പോൾ ക്ഷാമമാണ് കേട്ടോ. നാത്തും കൊടുത്തയച്ചേനും കുറച്ച് ചെയ്താലും. അപ്പം നമ്മളെ പൊക്കവട ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞു. ഇനി നമ്മളെ ബീഫ് കറി ഉണ്ടല്ലോ, അത് ഈ അടുപ്പത്തേക്ക് തന്നെ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ സ്നാക്സ് ആയിട്ടില്ല, അല്ലെങ്കിൽ ഇപ്പോൾ ആ എണ്ണയിൽ തന്നെ ഇട്ടാണ് പൊരിച്ചെടുത്താൽ മതി. അതിപ്പം ഇനി ചുറ്റി ഉണ്ടാക്കിയിട്ടൊക്കെ വേണം. അപ്പോൾ ഞാൻ കറി തന്നെ അടുപ്പത്ത് വെച്ച് പിന്നെ അതിക്ക് കിഴങ്ങ് കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തു. അപ്പോൾ ബീഫ് കുറച്ചുള്ളതിന് കേട്ടോ, കുറച്ച് മതി. ഇന്നിപ്പോൾ നൂൽപുട്ടല്ലേ, പത്തിരിക്കാകുമ്പോൾ കുറച്ച് അധികം കറി വേണം, നൂൽപുട്ടിന് അത്ര വേണമെന്നില്ല. അങ്ങനെ ഇനി ഇത് പാക്ക് ചെയ്ത് വെക്കണമെന്ന സമയമാകുമ്പോൾ അത് കൊണ്ടുപോയിക്കോളും. അപ്പോൾ ആദ്യം ഞാനേ വലിയൊരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ചും കൂടെ കറിവേപ്പിൻ്റെ ഇല ഒന്ന് ഞാൻ ഫ്രൈ ചെയ്ത് കണ്ടായിക്ക് ഇട്ട് കൊടുത്തിട്ടോ. നേരത്തെ ഞാൻ കുറച്ച് ഇട്ടിട്ടുള്ളതിന് കാണാനൊരു ഭംഗിക്കൊക്കെ വേണ്ടിയിട്ട് മാത്രം. പിന്നെ നല്ല സ്മെല്ലുണ്ടാവും ഇത് തുറക്കുമ്പോഴേ, ആ കറിവേപ്പിൻ്റെ ഇലൻ്റെ സ്മെല്ലുണ്ടാവുമ്പോൾ നല്ലൊരു സ്മെല്ലാണല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ ഈ ഒരു ബോക്സിലാക്കിയിട്ടാട്ടോ കൊടുക്കുന്നത്. അപ്പോൾ ഈ ബട്ടർ പേപ്പറില്ലേനി, അപ്പോൾ ബട്ടർ പേപ്പറില്ലേനി വിരിച്ചു കൊടുക്കാൻ. അപ്പോൾ A4 ഷീറ്റാട്ടോ വിരിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് അതിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിലപ്പം കാസറോളിലൊക്കെ ആക്കിയിട്ടാണ് കൊടുക്കൽ. അപ്പോൾ ഇന്നിപ്പം ഇങ്ങനെ ആക്കാമെന്ന് കരുതി. അല്ലെങ്കിൽ നമ്മൾ പൊരിച്ചിടുന്ന ആ പാത്രത്തിൽ ഇന്നലെ ചെമ്പിലതിനെയും പൊരിച്ചിട്ടിനി, ആ ചെമ്പോട് കൂടിയിട്ട് അങ്ങനെ കൊണ്ടുപോയി. ഇന്നിപ്പം ഇങ്ങനെ ആക്കി കൊടുത്തുട്ടോ. അപ്പോൾ നമ്മളിതൊന്നും എടുക്കലൊന്നുമില്ല കേട്ടോ, അത് അങ്ങനെ തന്നെയാണ് കൊടുത്തയക്കലാണ്. ഇനിയിപ്പോൾ ഒക്കെ ചിലവാകുമോ ഇല്ലെന്നൊന്നും നമുക്കറിയില്ലല്ലോ. ഒക്കെ ചിലവായിനി കേട്ടോ. ഇത് പിന്നെ പിറ്റേ ദിവസമല്ലേ വീഡിയോ ഇടുന്നത്, ഒക്കെ ചിലവായിട്ടുണ്ടായിനി. അങ്ങനെ അത് റെഡിയാക്കി വെച്ചു. ഇനി സമയമാകുമ്പോൾ പോയി വന്ന് കൊണ്ടുപോയിക്കോളും. അപ്പോൾ നമ്മളെ കറക്റ്റ് സമയത്തിന് അയക്കണം കേട്ടോ. 4 മണിയൊക്കെ ആയപ്പോഴത്തേനൊക്കെ ആയിട്ടുണ്ട്. ഇനി ഒരു കൊണ്ടോട്ടെ. അപ്പോൾ ഇനി ഞാൻ പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം കേട്ടോ ഇനി നമുക്കുള്ള സ്നാക്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ സമൂസ ഷീറ്റ് ഇതേപോലെ 2 പീസാക്കി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് അധികം ആൾക്കാരും ഉണ്ടാക്കുന്ന സ്നാക്സ് തന്നെയാവും. പിന്നെ കാണുമ്പോൾ ഒരു ഭംഗിയാണ് ചെറിയ ചെറിയ സ്നാക്സുകളാവുമ്പോഴേ. ഫില്ലിങ്ങൊക്കെ നമ്മൾ സമൂസൻ്റെ ഫില്ലിങ്ങാണ്. അതേപോലെ സമൂസൻ്റെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇതിന്. അപ്പോൾ ഇതേപോലെ ആക്കുമ്പം കുട്ടികൾക്കൊരു വെറൈറ്റി ആയിട്ട് തോന്നുകയും ചെയ്തോളും. അങ്ങനെ കേട്ടോ. അപ്പോൾ അതിൻ്റെ നടുക്ക് ഇങ്ങനെ കുറച്ച് ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ ആ വക്ക് ഉണ്ടല്ലോ, ഈ ഭാഗവും മറ്റേ ഭാഗവും രണ്ടും ഇതേപോലെ മൈദ തേച്ചാണ്ട് ഒട്ടിച്ചു കൊടുക്കുക. അതേപോലെ ഈ റോൾ ചെയ്ത് വെക്കണ അതിൻ്റെ ആ ലാസ്റ്റത്തെ അറ്റത്തും കുറച്ച് മൈദ തേച്ചാണ്ടൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ഫില്ലിംഗ് ഒന്നും പുറത്ത് പോരൊന്നും ചെയ്യില്ല, നല്ല സേഫായിട്ട് തന്നെ ഇരുന്നോളും. പിന്നെ നമുക്ക് എണ്ണയിലിട്ടിട്ടാണ് പൊരിച്ചെടുത്താൽ മതി. ഇത് പിന്നെ പൊരിച്ചെടുക്കാൻ ഓയിലും അധികം വേണ്ട, പെട്ടെന്ന് തീരും. ഉണ്ടാക്കാനും എളുപ്പമാണ്, അതേപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. അപ്പോൾ അത് ഒന്നായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ആക്കിയെടുക്കട്ടെ. ഫില്ലിങ് കൂടിപ്പോവരുത്. ഫില്ലിങ് കൂടിയാൽ റോൾ ചെയ്തെടുക്കുമ്പോൾ ഗതികേടാവും, അത് ഒട്ടി കിട്ടൂല. അപ്പം കുറച്ച് ഫില്ലിങ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ രണ്ടാമത്തത് ഞാൻ ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ ചുറ്റുഭാഗവും മൈദ കൊണ്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തു. അങ്ങനെ ഇപ്പോൾ എളുപ്പമായിട്ടോ അത് റോൾ ചെയ്തെടുക്കാനും. പിന്നെ അതേപോലെ 2 അറ്റവും പെട്ടെന്ന് തന്നെ ഒട്ടി കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 എണ്ണമായി. ഇനി ഇതേപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ ഞാൻ ഉണ്ടാക്കിയെടുക്കട്ടെ കേട്ടോ. ഫില്ലിങ് തീരോളം ഉണ്ടാക്കും. പിന്നെ നമ്മൾ പലഹാരം ഉണ്ടാക്കുമ്പോൾ അമ്മക്കും നമ്മൾ അനിയത്തി കുട്ടിക്കും ഓർക്കുള്ളത് കൊണ്ടുപോയി കൊടുക്കലുണ്ട് കേട്ടോ. കുട്ടികൾ കൊണ്ടുപോയി കൊടുക്കും. അപ്പോൾ ഒക്കെ ആയിട്ടോ. അപ്പം ഒക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുത്താൽ മതി. പിന്നെ കറി ആയിട്ടിട്ട് കിഴങ്ങൊക്കെ ഇട്ട് കൊടുത്തിനല്ലോ, അതൊക്കെ അപ്പോൾ തന്നെ വെന്തിട്ടുണ്ടതിന്. ഇനി അതിക്ക് തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുക്കണം. തേങ്ങയൊക്കെ വറുത്ത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചതുകൊണ്ടേ എളുപ്പം അതിൽ നിന്ന് എടുത്തിട്ട് അരച്ചെടുത്താണ്ട് ഒഴിച്ചു കൊടുത്താൽ മതി, കറിക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ കൂടുതലൊന്നും നമ്മൾ ചെയ്ത് വെച്ചിട്ടില്ലെങ്കിലും 2 തേങ്ങ ഞാൻ വറുത്ത് ഫ്രിഡ്ജിൽ വെച്ചിനി കേട്ടോ. അപ്പോൾ അതുകൊണ്ടിപ്പോൾ നല്ല സുഖമാണ്. അതിനടുത്ത് അങ്ങനെ അരച്ചേക്കാണ് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ കറി ഒന്ന് തിളക്കട്ടെ, തിളച്ചിട്ട് അടച്ചു വെച്ചാണ് ഞാൻ, നല്ലോണം ഒന്ന് വെട്ടി തിളക്കട്ടെ. എന്നിട്ട് അടുപ്പത്തുനിന്ന് വാങ്ങിയേക്കാം. പിന്നെ നമുക്ക് സ്നാക്സ് പൊരിച്ചെടുക്കുകയും ചെയ്യാം. അപ്പം ആ ഒരു ടൈമിൽ പിന്നെ ഞാൻ വേഗം അകത്ത് വന്നിട്ട് നമുക്ക് നൂൽപുട്ടിനുള്ള മാവ് റെഡിയാക്കി. ഞാൻ ഒന്ന് തിളച്ച വെള്ളം കൊണ്ട് തന്നെയാണ് കേട്ടോ മാവ് റെഡിയാക്കിയിട്ടുള്ളത്. നമ്മൾ ബില്ലിലൊക്കെ അരി കൊണ്ടുപോയാണ്ട് പൊടിച്ച് കൊണ്ടുതന്നെ അരിപ്പൊടിയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂട് കുറഞ്ഞാലും കുഴപ്പമില്ല. പക്ഷേ ഈ പാക്കറ്റ് പൊടി ആകുമ്പോൾ നമ്മൾ നല്ലോണം തിളച്ച വെള്ളം കൊണ്ട് തന്നെ മാവ് ഉണ്ടാക്കണം, എന്നാലുള്ള നൂൽപുട്ട് റെഡിയാക്കി കിട്ടുക. അങ്ങനെ മാവൊക്കെ അവിടെ സെറ്റാക്കി വെച്ചു. പിന്നെ കറിയൊക്കെ നല്ലോണം തിളച്ചപ്പോൾ അത് അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചിട്ട് പിന്നെ നമുക്ക് നമ്മളെ സ്നാക്സ് പൊരിച്ചെടുക്കാൻ വേണ്ടിയാണ് ഞാൻ ചട്ടി വെച്ചിന് കേട്ടോ. അതിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാ ഞാൻ പറഞ്ഞത്, ഇത് എളുപ്പമാവും. ഒരു 4-5 എണ്ണമൊക്കെ ഒറ്റ ട്രിപ്പിൽ തന്നെ പോവുകയും ചെയ്യും.
എണ്ണ നല്ലോണം ചൂടായി കഴിഞ്ഞാൽ വേഗം തിരിച്ചും മറിച്ചു വിട്ടാൽ എളുപ്പം 2 വശവും മൊരിഞ്ഞ് കിട്ടും. പിന്നെ ഇങ്ങനത്തെ കട്ടിയുള്ള ചീനച്ചട്ടിയിൽ ആണ് ഇങ്ങനത്തെ ഒക്കെ പൊരിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്നാവും കേട്ടോ. നല്ല ചൂട് വേണം, നല്ല തീയും വേണം, കരിയൊന്നുമില്ല, നല്ല ഉഷാറായിട്ട് തന്നെ പൊരിച്ചെടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഇതിൻ്റെ വലിയ ഒരു ചട്ടിയാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഗിഫ്റ്റായിട്ട് അയച്ചു കൊടുത്തത്. അപ്പോൾ അതിൻ്റെ ചെറുതാണ് കേട്ടോ ഇത്. ഇനിയിപ്പോൾ ഈ മാസത്തെ വിന്നർക്കുള്ള ഗിഫ്റ്റ് അയച്ചു കൊടുത്തിട്ടില്ല, ഞാൻ പിന്നെ പുറത്ത് പോയിട്ടില്ല കേട്ടോ. ഒക്കെ പാക്ക് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഉണ്ണിപ്പച്ചട്ടിയാണ് കേട്ടോ അതിന് കൊടുക്കുന്നത് പ്രാവശ്യം. ഒക്കെ പാക്ക് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കൊറിയർ ഓഫീസിക്ക് കൊണ്ടുപോയി കൊടുക്കാനുള്ളൂ. അപ്പോൾ എന്തായാലും 2 ദിവസത്തിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി കൊടുക്കണം. പിന്നെ ഒന്നിനും പുറത്ത് പോയിട്ടില്ല, ഒന്നാമത് അതാണ് കേട്ടോ. അതേപോലെ ഈ മാസം ഫെബ്രുവരി 28 ഉള്ളൂ. അപ്പോൾ ഇനി നമ്മൾ ഹോം ഷോപ്പത്തെ വർക്കുകളൊക്കെ വരാനായിട്ടുണ്ട്. ബില്ല് ക്ലോസിങ്ങും കാര്യങ്ങളൊക്കെ ലാസ്റ്റ് ആയിട്ടുണ്ട്. മാസം ലാസ്റ്റ് ആയല്ലോ. അപ്പോൾ ഇനി തിരക്കിലേക്കാരം. അപ്പോൾ അതിൻ്റെ മുന്നായിട്ടൊക്കെ കൊടുത്തയക്കണം, അല്ല അയച്ചു കൊടുക്കണം. അപ്പോൾ ഇതാ സമൂസ ഷീറ്റ് കൊണ്ടുള്ള നമ്മളെ സ്നാക്സ് റെഡി ആയിട്ടോ. അപ്പോൾ അത് ആ പണി കഴിഞ്ഞു. ഇനി അടുപ്പിൽ നല്ലോണം തീയും കനലൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പിന്നെ ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ച്, മറ്റേ ഞാൻ രാത്രിയിലാണ് ചോറ് വെക്കൽ. ഗ്യാസ് അടുപ്പും ഗ്യാസുമ്മൽ അങ്ങനെ ചോറ് വെക്കലാട്ടോ. അത് രാത്രി നോമ്പൊക്കെ തുറന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ചാണ്ട് പിന്നെ പാത്രങ്ങൾ ഉണ്ടാവില്ല കഴുകാൻ. അപ്പോൾ ആ പാത്രം കഴുകണതിൻ്റെ ഇടയിൽ ചോറ് അടുപ്പത്തിടും. അപ്പം റേഷൻ കടയിലത്തെ അരിയല്ലേ, പാത്രം കഴുകലൊക്കെ കഴിയുമ്പോഴത്തേന് ചോറാവും ചെയ്യും. അപ്പോൾ അതാണ് വാർത്ത് വെക്കും. അങ്ങനെ കേട്ടോ ചെയ്യല്. ഇപ്പം ഇന്ന് അടുപ്പിൽ നല്ലോണം കനലുണ്ടായപ്പോൾ അവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നൂൽപുട്ടിനുള്ള മാവൊക്കെ റെഡിയാക്കിനല്ലോ. ഇനിയിപ്പോൾ നൂൽപുട്ട് ചുട്ടെടുക്കുകയാണ്. അതേപോലെ ഇന്ന് ഇപ്പോൾ ജ്യൂസ് അടിക്കാനൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇന്ന് മഞ്ജുമോള് പറഞ്ഞാൽ നമുക്ക് ഈത്തപ്പഴം അടിക്കാമെന്ന്. അപ്പോൾ ഉപ്പച്ചിക്ക് തിരക്കായതുകൊണ്ട് കടയിൽ തിരക്കേക്കാരം. അപ്പോൾ ചിലപ്പോൾ എന്നോട് പറഞ്ഞാൽ ഞാൻ വരുമ്പോൾ കൊണ്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് പോകും. പിന്നെ ബാങ്ക് കൊടുക്കാൻ നേരത്തെ വരുള്ളൂ. അപ്പോൾ ഇന്നലെ വത്തക്കല്ലേ കേട്ടോ. അതാരോ കമൻറ്റിൽ കണ്ടുപിടിച്ചും ചെയ്തിട്ടുണ്ട് കേട്ടോ. കമൻറ്റ് ബോക്സിൽ പറഞ്ഞിനി വത്തക്കല്ലാത്ത നോമ്പ് തുറ പറഞ്ഞാണ്ട്. ശരി കേട്ടോ, വത്തക്കല്ലാതെ നിൽക്കലില്ല, എന്നും ഉണ്ടാവൽ, എല്ലാ നോമ്പിനും ഉണ്ടാവലുണ്ട്. ഇതിപ്പോൾ ഫസ്റ്റത്തെ നോമ്പിന് തന്നെ വത്തക്കല്ലേനി. എന്നാലും മുന്തിരി അങ്ങനത്തെ ഫ്രൂട്ട്സുകളൊക്കെ ഉണ്ടായിനി, ഓറഞ്ചൊക്കെ ഉണ്ടായിനി. അപ്പോൾ ഇന്ന് മഞ്ജുമോളോട് പറഞ്ഞു കേട്ടോ, അപ്പച്ചിനെ കാത്തിക്കണ്ട പറഞ്ഞാണ്ട് പൈസയൊക്കെ കൊടുത്ത് പോയിക്കണം. ഈ ഇവിടെ അടുത്ത കടയിൽ നിന്ന് പോയി വാങ്ങിക്കൊണ്ടിരാൻ പറഞ്ഞിന്. അപ്പോൾ വത്തക്കൊക്കെ വാങ്ങിക്കൊണ്ടൊന്നും ചെയ്തിട്ടുണ്ട്, ഒക്കെ കട്ട് ചെയ്യണോണ്ട് കേട്ടോ. ഞാൻ പിന്നെ നൂൽപുട്ടൊക്കെ വേഗം പീച്ച് നൂൽപുട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതവിടെ കടന്നിട്ട് അങ്ങനെ വേവുണ്ട്. നൂൽപുട്ടാകുമ്പോൾ എളുപ്പമാണേ. ഈ 6 പ്ലേറ്റും കൂടെ ഉണ്ടാവുമ്പം സുഖാട്ടോ. 3 എണ്ണം ആദ്യം വേഗം ബീച്ച് അടുപ്പത്ത് കയറ്റി കഴിഞ്ഞാൽ അത് വേകുമ്പോഴത്തേന് ബാക്കിയുള്ളതും റെഡിയാക്കി വെച്ച് അങ്ങനെ വേഗം ഉണ്ട് കേട്ടോ നൂൽപുട്ടാകുമ്പം. അങ്ങനെ ഞാൻ നൂൽപുട്ട് ചുട്ടെടുക്കുന്നുണ്ട്. മഞ്ജുമോൾ ഇതവിടെ വത്തക്ക കട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈത്തപ്പഴം ഓള് ജ്യൂസ് അടിച്ച് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. ഈത്തപ്പഴം ഒന്ന് വേവിച്ചിട്ട് അതിക്ക് കുറച്ച് പാലും കുറച്ച് പാൽപ്പൊടി 2 ഇട്ടാണ് കേട്ടോ. അങ്ങനെ അടിച്ചെടുത്താണ്ട് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. പിന്നെ തരിക്കഞ്ഞി ഇന്ന് ഉണ്ടാക്കണില്ല, ഇന്നലെയും ഉണ്ടാക്കിയിട്ടില്ല, ഒന്നും ഉണ്ടാക്കില്ല. അന്ന് ഞാൻ ജീരകക്കഞ്ഞി ഉണ്ടാക്കണം കരുതുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് അത് കഴിക്കാമെന്ന് കരുതുന്നുണ്ട് നോമ്പ് തുറക്കുമ്പോൾ. എനിക്കും റിച്ചുമോനും ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അതുണ്ടാക്കാമെന്ന് കരുതുന്നുണ്ട്. അപ്പം ഏതായാലും നൂൽപുട്ടൊക്കെ ചുട്ട് കഴിയട്ടെ, എന്നിട്ട് പിന്നെ ഉണ്ടാക്കാമെന്ന് കരുതി. അങ്ങനെ ഫസ്റ്റ് നമ്മൾ വെച്ചുകൊടുത്ത നൂൽപുട്ടിനൊക്കെ ആവി വന്ന് നൂൽപുട്ട് ഞാൻ എടുത്ത് ബാക്കിയുള്ളത് പിന്നെ അങ്ങനെ ഓരോന്ന് സ്റ്റാൻഡിലാക്കിയിട്ട് അങ്ങനെ വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വേവിച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ജീരകക്കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബിരിയാണി റൈസ് ആട്ടോ കൊടുത്തിരുന്നത്. അത് ഞാൻ കുക്കർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉലുവയും ചേർത്തിട്ടുണ്ടാക്കി. എന്നിട്ട് അത് കഴുകി വെള്ളം ഒഴിച്ചാണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒറ്റ വിസിൽ മതി. അപ്പോൾ അരി കുറച്ച് കൂടിപ്പോയിട്ട് അത്രക്ക് വേണ്ടില്ലേനി. പിന്നെ ഞാനും റിച്ചു മാത്രമേ ഇത് കഴിക്കുള്ളൂ. അപ്പോൾ എന്തായാലും അത് അടുപ്പത്ത് വെച്ച് പിന്നെ കുറച്ച് തേങ്ങ ചെറിയ വെച്ച് അതിക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തതാണ്. അതേപോലെ കുറച്ച് നല്ല ജീരകം. ഇനി ഇത് ഒന്ന് ചതച്ചിട്ട് നമുക്ക് അതിക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ജാറിലിട്ടാണ് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ പിന്നെ നൂൽപുട്ടും ആയിട്ടുണ്ട്. ഇനി അങ്ങനെ അതും റെഡിയാക്കി അടച്ച് വെച്ച് ഇനി കറി തൂമിക്കണം. അപ്പോൾ കറി അടുപ്പത്തു നിന്നൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് പിന്നെ അതിക്ക് വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളിയും കറിവേപ്പിൻ്റെയിലേക്ക് തൂമിച്ച് ഒഴിച്ചു കൊടുത്തു. അങ്ങനെ അതവിടെ അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പം കറി ഇതിപ്പോൾ കഴിക്കൂല, നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാക്കും പോലെയല്ലേ നമ്മൾ കഴിക്കുള്ളൂ. അപ്പോൾ അതായി. പിന്നെ നമ്മളെ ജീരകക്കഞ്ഞി ആയിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് കൂടിപ്പോയിട്ട് അരി ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിക്ക് എന്തായാലും ആ തേങ്ങ അരച്ചതും ഒഴിച്ചു കൊടുത്തു. കുറച്ച് വെള്ളം ഒഴിച്ചുകൊണ്ട് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്ത്. അപ്പോൾ പിന്നെ ഞാൻ അതിന് പകുതി എടുത്തിട്ടുള്ളൂ കേട്ടോ. ബാക്കി അവിടെ തന്നെ വെച്ചാണ് ഫ്രിഡ്ജിലൊക്കെ ചൂടാറിയിട്ട് കരുതിയിട്ട്. അപ്പോൾ അതിക്ക് ഇതേപോലെ ഇനിയിപ്പോൾ നെയ്യിൽ ചെറിയ ഉള്ളി തൂമിച്ചിട്ട് കൊടുത്താലും മതി, അല്ലെങ്കിൽ വെളിച്ചെണ്ണയിൽ തൂമിച്ചാലും മതി. ഞാൻ വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി തൂമിച്ച് ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഞാനതാ കഴിച്ചത്. എനിക്ക് നല്ലോണം ഇഷ്ടമായും ചെയ്ത്.
പിന്നെ ഹെൽത്തി ആണല്ലോ. അപ്പോൾ ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട് സമയം. അപ്പോൾ ഒക്കെ ടേബിൾ മക്ക് എടുത്ത് വെച്ച് എൻ്റെ ഐഫക്കുട്ടിക്ക് നോമ്പുണ്ട് കേട്ടോ. ഇന്നലെ നോമ്പ് മുറിച്ച് ഇന്നലെ പറ്റ ക്ഷീണിച്ചിനി. അപ്പോൾ നോമ്പ് മുറിച്ച് ഇന്ന് നോമ്പ് മുറിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഒന്ന് നോമ്പുണ്ട്. അപ്പം പക്ഷേ ബാങ്ക് കൊടുക്കാനായോ പറഞ്ഞാണ്ട് വന്നിരിക്കുക കേട്ടോ. പിന്നെ ഞങ്ങൾ നോമ്പ് തുറന്നതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. നേരത്തെ ഒരു തിരക്കായിപ്പോയി. പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് മരുനിസ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഒരുമിച്ചിരുന്ന് നൂൽപുട്ടും ബീഫ് കറിയൊക്കെ കഴിച്ചു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിന്. പിന്നെ നമ്മളുണ്ടാക്കിയ നോമ്പ് കഞ്ഞി ഉണ്ടല്ലോ, അതാട്ടോ കഴിച്ചത്. അപ്പോൾ ഇനി ഇൻഷാ അല്ലാഹ് നാളത്തെ വീഡിയോയിൽ കാണാം. താങ്ക് യു.